ഇതാണ് എന്റെ പുതിയ കാർട്ടൂൺ ക്യാരക്ടർ. ഇതുവരെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ മാറ്റി പുതിയൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ പേപ്പറിൽ ഔട്ട്ലൈൻ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 3-4 ദിവസത്തോളം ടൈം എടുത്തിട്ടാണ് എനിക്ക് വേണ്ട രീതിയിലുള്ള ഫേസ് കട്ട് കിട്ടുന്നത്. അത് കിട്ടിയതിന് ശേഷം അതിന്റെ ഫ്രണ്ട് വ്യൂയും സൈഡ് വ്യൂയും അതുപോലെ തന്നെ ഡിഫറെന്റ് എക്സ്പ്രഷൻ വരെ ഞാൻ വരച്ചു നോക്കി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധം ഇനി ഫോട്ടോഷോപ്പിലാണ്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഔട്ട്ലൈൻ നമ്മൾ ഫോട്ടോഷോപ്പിൽ പ്ലേസ് ചെയ്ത് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നത്. പെൻസിൽ കൊണ്ട് വരച്ച ഔട്ട്ലൈൻ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിന്റെ താഴേക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാറ്. ഇത് എന്റെ ക്യാരക്ടർ ആയതുകൊണ്ട് എന്റെ ബ്രാൻഡിന്റെ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ എന്റെ സ്പെസിഫിക്കേഷൻസിലുള്ള ക്യാരക്ടറിനെ ഞാൻ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് അത് ഫ്രെയിം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഹെഡ് പോർഷൻ വരെയുള്ള ക്യാരക്ടറിനെ എന്തിനാ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ക് പോലുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രയോ ദിവസത്തെ തിങ്കിങ് പ്രോസസിന്റെയും കുറച്ച് ദിവസത്തെ വർക്കിംഗ് പ്രോസസിന്റെ ഒടുവിലാണ് ഞാൻ ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇനിയുള്ള എന്റെ ജേണിയിൽ ഞാൻ ഈ ക്യാരക്ടറിനെ കൂടെ കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. സോ ഈ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. കുറെ കാലം പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഈ ഒരു മിനി ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫേഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ കാണിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഫുൾ ബോഡി വേർഷൻ ഒക്കെ വരുന്നതാണ്. അപ്പൊ അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bye guys.